ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചപ്പോൾ, അതായത് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ PC ജോർജും BJPയും ഒന്ന് ഇക്കിളിപൂണ്ട്. എന്താണ്? ഒന്ന് പുളകിതരായി. ഇപ്പം തന്നെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും അതുപോലെ തന്നെ ചില പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയിൽ പോലീസ് ഈരാറ്റുപേട്ട പോലീസ് പൂഞ്ഞാറിലെത്തി PC ജോർജിൻ്റെ വീട് വളയുന്നു, ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. BJPക്ക് ഇതാ ഒരവസരം വീണ് കിട്ടുന്നു. തങ്ങളുടെ നേതാവിനെ പോലീസ് കിരാത വാഴ്ച പോലീസ് ഇതാ അറസ്റ്റ് ചെയ്യുന്നു, വീണ് കിട്ടുന്നു ഒരവസരം. ദാണ്ട കിടക്കുന്നു, ഒരു രക്ഷയുമില്ല. പോലീസിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് ഈരാറ്റുപേട്ട പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തു. അങ്ങനെ PC ജോർജിനെ സ്റ്റാർ ആക്കേണ്ടതില്ല. അയാൾ എന്താണ് പല്ലുകൊഴിഞ്ഞ സിംഹമായി കഴിഞ്ഞു. അതുകൊണ്ട് വായിൽ തോന്നുന്ന തോന്നിവാസം പറഞ്ഞ് എങ്ങനെയെങ്കിലും സ്റ്റാർ ആകാനാണ് അയാളുടെ ശ്രമം. അതുകൊണ്ട് പോലീസിൻ്റെ ചെലവിൽ അയാൾ സ്റ്റാർ ആകേണ്ട ആവശ്യമില്ല. അയാളെ നോട്ടീസ് അയച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയാൽ മതി. അല്ലാതെ അങ്ങോട്ട് ചാടിക്കേറി ചെന്ന് അറസ്റ്റ് ചെയ്ത് അയാളെ പുലിയും പുപ്പുലിയൊന്നും ആക്കേണ്ടതില്ല. മര്യാദയ്ക്ക് വിളിച്ചു വരുത്തിയാൽ മതിയെന്ന് കർശന നിർദ്ദേശം കൊടുത്തു. ഇനി എന്തിനായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇയാളെ കോടതി ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്? ഇയാൾ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്തത് എന്നൊക്കെയുള്ള വിവരം നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്വകാര്യ ചാനലിൽ, അതും വർഗീയ വിഷം തുപ്പുന്ന ഒരു സ്വകാര്യ ചാനലിൽ പോയിരുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾ മുഴുവൻ തീവ്രവാദികളും രാജ്യദ്രോഹികളുമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഒരു തവണയല്ല, പലതവണയായി. പലപ്പോഴും കേസെടുത്തു, കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. ഇത് ഒടുവിൽ പല സംഘടനകൾ, മുസ്ലിം യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, അവരൊക്കെ പരാതി കൊടുത്തു. ഒടുവിൽ സഹികെട്ട് പോലീസ് കേസെടുത്തു. അപ്പോഴും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഹൈക്കോടതി മുമ്പ് തന്ന ജാമ്യാപേക്ഷകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. കോടതിയുടെ നിർദ്ദേശങ്ങളെയോ അല്ലെങ്കിൽ നിയമങ്ങളെയോ ലംഘിക്കുക എന്ന ഉദ്ദേശം ഞങ്ങളുടെ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് നാക്ക് പിഴച്ചു പോയതാണ്, ഒരിക്കൽ കൂടി മാപ്പാക്കണം എന്നൊക്കെ അഭിഭാഷകൻ താണ് വീണ് കോടതിയോട് അഭിപ്രായപ്പെട്ടു, കോടതിയോട് അപേക്ഷിച്ചു. അപ്പോൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, ഇത് എങ്ങനെ സാധ്യമാകും? 3 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, 3 പതിറ്റാണ്ട് നിയമസഭാ സാമാജികനായിരുന്നു നിങ്ങളുടെ കക്ഷി. PC ജോർജ് എത്ര കാലം? 3 പതിറ്റാണ്ട് നിയമസഭാ സാമാജികനായിരുന്നു. എന്നിട്ടും അങ്ങേർക്ക് കോമൺ സെൻസ് ഇല്ല, എന്നിട്ടും അങ്ങേർക്ക് നാക്ക് പിഴവ്, എന്നിട്ടും അങ്ങേര് മതവിദ്വേഷം പ്രസംഗിച്ച് നടക്കുന്നു. ഇങ്ങനെ ചെറിയൊരു സംഭവം കേട്ടാലും പ്രകോപിതനാകുന്ന ഒരു വ്യക്തി രാഷ്ട്രീയം തുടരാൻ തന്നെ, രാഷ്ട്രീയക്കാരനായി ഇരിക്കാൻ തന്നെ യോഗ്യനല്ല എന്ന് കോടതി പറഞ്ഞു. ഇദ്ദേഹം ഇനി രാഷ്ട്രീയക്കാരനായി ഇരിക്കാൻ തന്നെ യോഗ്യനല്ല. ഇദ്ദേഹം മുമ്പ് ഇയാൾക്ക് ഒരു തവണ കോടതി മാപ്പ് കൊടുത്തില്ലേ? കേസ് വന്നു, മാപ്പ് കൊടുത്തു, മുൻകൂർ ജാമ്യം കൊടുത്തു. ഇനി വീണ്ടും ജാമ്യം കൊടുത്താൽ അത് നീതിക്ക് നിരക്കുന്നതല്ല. ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ലൈസൻസ് പോലെയാകും. അത് സമൂഹത്തോട് ചെയ്യുന്ന നീതികേടാകും. അതുകൊണ്ട് മാപ്പില്ല. PC ജോർജിന് നീതി നിഷേധമല്ല, അത് ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് സമൂഹത്തോടുള്ള നീതികേടാകും. 3 പതിറ്റാണ്ടുള്ള നിയമസഭാ സാമാജികനായിട്ടും ചെറിയൊരു സംഭവം ഉണ്ടായാൽ തന്നെ പ്രകോപിതനാകുന്ന ഇയാൾ ഇനി രാഷ്ട്രീയം തുടർന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാകണം. വളരെ ശക്തമായ നിരീക്ഷണങ്ങളും സമൂഹത്തിന് പാഠമാകുന്ന വാക്കുകളുമാണ് ശ്രീ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം ആ വിധിന്യായത്തിൽ ഉത്തരവിൽ പറയുന്നത്, ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ മതവിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിച്ച് മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകളെ ജയിലിൽ അടയ്ക്കാനുള്ള നിയമനിർമ്മാണം നടത്തണം. അത് ലോ കമ്മീഷനും പാർലമെൻറ്റിനും ഇടപെടണം. പാർലമെൻറ്റും ഇടപെട്ട് ഇവരെ ജയിൽവാസം നിശ്ചയിക്കണം, ഇവർക്ക് ശിക്ഷ ജയിൽവാസമാക്കണം. എങ്കിലേ ഇവർ ഒരു പരിധിവരെയെങ്കിലും ഇങ്ങനെ മതവിദ്വേഷം പറയാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഉത്തരവിൻ്റെ പകർപ്പ് ലോ കമ്മീഷനും പാർലമെൻറ്റിനും കൂടി അയക്കണമെന്ന കോടതി ജീവനക്കാർക്ക് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശവും നൽകി. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ PC ജോർജ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഒന്ന് ധൃതംഗ പുളകിതനായി. എന്തിനാണ് ധൃതംഗ പുളകിതനായത്? ഇത് പിണറായിയുടെ പോലീസ് വരും, തന്നെ പിടിച്ച് അകത്താക്കും, വീട് വളയും, എന്നെ പിടിച്ച് അകത്താക്കുന്നു. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള BJPയുടെ പ്രമുഖ നേതാക്കൾ തനിക്ക് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കും. മോദിജിയും അമിത്ഷാജിയും ഡൽഹിയിലിരുന്ന് എനിക്ക് വേണ്ടി അമിട്ടുകൾ പൊട്ടിക്കും എന്നൊക്കെ PC ജോർജ് കിനാവുകൾ കണ്ടു. ഒന്നും നടക്കില്ല. കേരളത്തിൻ്റെ പോലീസ് പറഞ്ഞു, ഈരാറ്റുപേട്ട പോലീസെ അങ്ങോട്ട് പോകരുത്, ഒരു നോട്ടീസ് കൊടുക്കുക, ഒരു സമൻസ് കൊടുക്കുക, അയാളെ വിളിച്ചു വരുത്തുക, എന്നിട്ട് വേണ്ട നിയമ നടപടി സ്വീകരിക്കുക. അല്ലാതെ അയാളെ സ്റ്റാർ ആക്കാൻ, പോലീസിൻ്റെ ചെലവിൽ അയാളെ സ്റ്റാർ ആക്കരുതെന്ന കർശന നിർദ്ദേശം
അങ്ങനെ പി സി ജോർജ് ശരിക്കും ഇളിഭ്യനായി. ഒരു കാലത്ത് എന്തായിരുന്നു പി സി ജോർജിൻ്റെ വില നിങ്ങൾക്ക് വല്ലതും അറിയാമോ? ഞാൻ ഒരു ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ അഭിമുഖത്തിന് ഗസ്റ്റായി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിന് പൊന്നിൻ്റെ വിലയാണ്. പൊന്നും വില, എന്തു പറഞ്ഞാലും പൊന്നിൻ്റെ വിലയാണ്. പൊന്നിൻ്റെ വില, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൊന്നിൻ്റെ വില. എന്തു പറഞ്ഞാലും വാർത്താ പ്രാധാന്യം, എന്തു പറഞ്ഞാലും വാർത്താ പ്രാധാന്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു പി സി ജോർജിന്. അതെല്ലാം നിലപാടുകളില്ലാതെ ഓരോന്ന്, അങ്ങോട്ട് ഒന്ന് പറയും, ഇങ്ങോട്ട് 10 പറയും, ഇങ്ങോട്ട് 10 പറഞ്ഞാൽ അങ്ങോട്ട് 100 പറയും. ഒരു നിലപാടില്ലാതെ, നട്ടലില്ലാത്ത അല്ലെങ്കിൽ എല്ലില്ലാത്ത നാക്കുകൊണ്ട്, ലൈസൻസ് ഇല്ലാത്ത വാക്കുകൾ പ്രയോഗിച്ച് സ്വന്തം വില കെടുത്തിയ ഒരു നേതാവ്, നമ്മുടെ കൺമുന്നിൽ തകർന്നടിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും അദ്ദേഹത്തിൻ്റെ വാക്കിനും പൊന്നിൻ്റെ വിലയുണ്ടായിരുന്നു അടുത്ത നാളുകൾ വരെ. ഒരു നിലപാടുമില്ലാതെ അത് നശിപ്പിച്ച് സ്വയം കുഴി തോണ്ടിയ നേതാവാണ് പി സി ജോർജ്. അതാണ് അദ്ദേഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നിലപാടുമില്ലാതെ അദ്ദേഹം വീണുപോയി. അദ്ദേഹം വീണത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെയ്തികൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ചാനലിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുപോകാൻ മറ്റ് ചാനലുകാർ മത്സരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ചാനലിന് താഴെ എൻ്റെ ഫ്ലോറിലിരുന്ന് അദ്ദേഹവും രാഹുൽ ഈശ്വരും സന്തോഷ് പണ്ഡിറ്റും ഒക്കെ ആയിരുന്നു അന്നത്തെ അതിഥികൾ. ഈ 3 പേർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പി സി ജോർജിനാണ് ആവശ്യക്കാരേറെ. പി സി ജോർജിനെ കാത്ത് OB വാനുകളും അതുപോലെ തന്നെ DSG ഒക്കെ താഴെ വെയിറ്റ് ചെയ്യുകയാണ് പി സി ജോർജിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ, ലൈവ് സംപ്രേഷണം ചെയ്യാൻ മറ്റ് ചാനലുകളുടെ വാനുകൾ. എന്നിട്ട് അദ്ദേഹത്തെ എപ്പോൾ വിടുമെന്ന് മറ്റ് ചാനലുകളിലെ സുഹൃത്തുക്കൾ വിളിച്ചു ചോദിക്കുന്നു. ഇതൊക്കെ വാസ്തവമാണ്, നുണ പറയുന്നതല്ല. എന്നിട്ട് അദ്ദേഹത്തെ അവരുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോകാൻ മത്സരിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പവർ, അദ്ദേഹത്തിൻ്റെ വില. പക്ഷേ ഇന്ന് വില കെട്ടുപോയി. എന്താണ്? പോലീസിൻ്റെ ചെലവിൽ എങ്ങനെ സ്റ്റാറാകാമെന്ന് റിസർച്ച് ചെയ്യുന്നു. മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ധൃതംഗ പുളകിതനാകുന്നു. എന്നിട്ട് അത് കിട്ടില്ല എന്ന് പറയുമ്പോൾ ലഭ്യനാകുന്നു. കോടതി പറയുന്നു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കാൻ ഇനി യോഗ്യനല്ല എന്ന് കോടതി വിമർശിക്കുന്നു. എന്തൊരു നാണക്കേടാണ്! സ്വയം കുഴിച്ച കുഴിയിൽ വീണുപോകുന്ന അധപ്പതനം. സ്വന്തം പ്രവർത്തികൾ കൊണ്ട്, ലൈസൻസ് ഇല്ലാത്ത നാക്കുകൊണ്ട് എന്തും വിളിച്ചു പറയാം. നിലപാടില്ലാത്ത, നട്ടലില്ലാത്ത പ്രവർത്തികൾ കൊണ്ട് സ്വയം കുഴി തോണ്ടി അധപ്പതിച്ചു പോയ ഒരു നേതാവിൻ്റെ ജീവിതമാണ് പി സി ജോർജ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല, പ്രിയപ്പെട്ടവരെ.